നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുക എന്നുള്ളത് അല്ലേ. എസ്പെഷ്യലി ലേഡീസ് ആവട്ടെ, നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല കഷ്ടപ്പെട്ട് ബിടെക്കും എംടെക്കും MSCയും PGയും ഡിഗ്രിയും ഒക്കെ എടുത്തു വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഒതുങ്ങി പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലികളാവട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് സൊസൈറ്റിയിലാവട്ടെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ മേഖലയിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ AZB അക്കാഡമിയിൽ ഒരു 10th തൊട്ട് 15th വരെ നമ്മളൊരു ഫ്രീഡം സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. 10% ഓഫായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 10% നിങ്ങൾക്ക് ആ ഫീസ് PSC ആവട്ടെ, SSC ആവട്ടെ, RRB ആവട്ടെ, ഏതാണെങ്കിലും നിങ്ങൾക്ക് 10% ഫീസ് ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇനി പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കേരള PSCയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. വേരിയസ് LGSന് ശേഷം PSC വിളിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന PSCയുടെ ഒരു വലിയ പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? നോർമൽ അല്ലെങ്കിൽ വേരിയസ് LGSന് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെ. അപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു എക്സാം ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് 2021 മെയ് 2023 കൂടിയിട്ടാണ് ഇതിൻ്റെ മെയിൻസ് എക്സാം PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞ്, മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞ് PSCയുടെ റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് വരുന്നത് 1/1 എന്നായിരുന്നു, 2024 അല്ലെ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്നാണ്, 3 വർഷത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ 1/1/2027 വരുമ്പോൾ PSC നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റ് PSC അവിടെ പബ്ലിഷ് ചെയ്യും അല്ലെ. അപ്പൊ ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ. വെറും 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അത് വന്നതിന് ശേഷം പഠിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഈ 3 വർഷം, ഇനി ഇതും കഴിഞ്ഞ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എപ്പോഴാണ് നമുക്ക് അടുത്ത എക്സാം വരുന്നത്, ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് 2030. അപ്പോൾ നമ്മളുടെ എത്ര വർഷം, നമ്മളിപ്പോൾ നിൽക്കുന്നത് 2025. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ 5 വർഷമാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു സംശയമാണ്, ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വർഷം വന്നിരിക്കുന്ന നമ്മളുടെ ഒരു പ്രൊഫൈൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് എപ്പോഴും PSC വിളിക്കുന്നതിൽ 18 വയസ്സ് മുതൽ 36 വയസ്സിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് അല്ലേ. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അങ്ങനെ വരുമ്പോൾ എത്ര വരും, 39 വരും അല്ലേ. ദെൻ SC ST ആണെങ്കിൽ +5 ഇയർ കൂടി നിങ്ങൾക്ക് വരും, അപ്പം 41 വരും.
ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 36 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, 89-നും 2007-നും ഇടയിൽ ജനിച്ചവർ, അതായത് നിങ്ങൾക്ക് ഇത് 89-ൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് 1989-ൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി 2007 വരുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും 2-3 മാസത്തിനുള്ളിൽ നമുക്ക് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് എത്ര വയസ്സുണ്ട് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് നിലവിലെ നോട്ടിഫിക്കേഷൻ വരുമ്പം എത്ര വയസ്സാണുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 89-ൽ ജനിച്ച ഒരാൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി ഡൗട്ട് വരുന്നത്, മിസ് ഞാൻ OBC ആണ്, എനിക്ക് OBC ആണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. -3 വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് അതനുസരിച്ച്, ആ ഒരു ഏജിന്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ 86 അല്ലെ, 87, 88, 89. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ കമന്റ് ബോക്സിൽ കൊണ്ടിട്ട് മിസ് ഏജ് ലിമിറ്റ് കമന്റ് ചെയ്തിട്ട് മിസ് എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കരുത്. നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വട്ടം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട് എന്താണ് എന്നുള്ളത്. ഓക്കെ, മാത്രമല്ല ഇവിടെ നോക്കിക്കേ, ഈ കമ്പനി ബോർഡ് LGS, വേരിയസ് കമ്പനി ബോർഡ് LGS 2024 നോട്ടിഫിക്കേഷൻ വന്ന മീൻസ് 2024 നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓഗസ്റ്റ് മന്ത് ആണ്. അതായത് 2025 ഓഗസ്റ്റ് മാസമാണ്. അപ്പൊ നിലവിൽ നിങ്ങൾ നോക്കിയാൽ ഏകദേശം ഒരു 1.5 വർഷം ആകുന്നു അല്ലെ, 1.5 വർഷത്തിന് മേളിലാവുന്നുണ്ട്. ഏകദേശം മെയിൻ ലിസ്റ്റിൽ 4000-ലധികം പ്ലസ് ആളുകൾ ഉണ്ട് എങ്കിൽ പോലും 2000-ലധികമാണ് നമുക്ക് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയ രീതിയിൽ എക്സാം നിങ്ങൾ എന്താ നോക്കേണ്ടത്, മീൻസ് എക്സാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മീൻസ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഇതുവരെയായിട്ട് പഠനം തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് 1 മുതൽ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടൊരു കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ക്ലാസ്സുകൾ കിട്ടുവടാ. പക്ഷെ നമ്മളുടെ പ്രത്യേകത എന്താണ്, നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് തരികയാണ്. അതായത് 3 സബ്ജക്റ്റ് ആണ്, 3 ഡിഫറെന്റ്, നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ തരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ മുഴുവൻ കണ്ടിട്ട് അതിന്റെ എക്സാം ഡെയിലി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ 3 ക്ലാസ് കണ്ടു, അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്തു, Day 1, Day 2, Day 3 അങ്ങനെ ഓരോ ഡേയും ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ മന്ത്ലി എക്സാം ആയിട്ട് 30 ഡേയ്സ് കൂടുമ്പോൾ മെഗാ എക്സാം തരുന്നുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ ടീം തന്നെയുണ്ട്. ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ളത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. അത്രയ്ക്കും പക്ക ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.